ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്രയും പെട്ടെന്ന് നമുക്കവന്റെ കൺമുമ്പിൽ നിന്നും മാറണം. അതെങ്ങനെയമ്മേ? അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. അച്ഛനെ കാണാൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞിരിക്കല്ലേ? അവന്റെ ഭ്രാന്ത് വിശ്വസിച്ചപ്പോഴൊക്കെ നഷ്ടമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ഇനി അത് പറ്റില്ല. മോളെ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? അച്ഛൻ തിരിച്ചു വരുന്നതുവരെ എനിക്ക് ഇവിടം വിടാൻ പറ്റില്ല. അച്ഛനെ സംശയിച്ചതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. അമ്മ ഇവിടെ നിൽക്കാം. മോള് അമ്മയെ പിരിഞ്ഞ് ഞാൻ ഒരിടത്തും പോകുന്നില്ല. മോൾ അമ്മ പറയുന്നത് കേൾക്ക്. അമ്മ നിന്റെ ചെറിയച്ഛനെ വിളിക്കാം. ചെറിയച്ഛനും സുധിയോടും വരാൻ പറയാം. അല്ലെങ്കിൽ വേണ്ട, അതിനൊക്കെ സമയമെടുക്കും. ഒരു വണ്ടി വിളിച്ച് അമ്മ നിന്നെ അങ്ങോട്ട് വിടാം. അവരുടെ അടുത്താവുമ്പോൾ മോള് സേഫായിരിക്കും. ഞാനോ ശരവണനോ എങ്ങനെയെങ്കിലും ഹരിയെ കാര്യങ്ങളെല്ലാം അറിയിച്ചോളാം. ഹരി നിന്റെ അടുത്തേക്ക് വരും. എന്നെയും എന്റെ കുഞ്ഞിനെയും രക്ഷിക്കാനാണ് അമ്മ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനം അമ്മയെ രക്ഷിക്കുന്നതാ. നിൽക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അമ്മേ. പോവുകയാണെങ്കിലും ഒരുമിച്ച്. എന്റെ കുട്ടി, ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. വേണ്ടമ്മേ, ഇത്രയും നാളെ ജീവൻ നോക്കിയതാ നമ്മളെ വേർപിരിക്കാൻ. അതിനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയില്ലേ? അതിന് നമ്മൾ രണ്ടാളും വിജയിച്ചില്ലേ? അമ്മേ, എനിക്കിപ്പോ ചാവാൻ പേടിയൊന്നുമില്ല. മോളെ, നിന്നോട് എങ്ങനെയാ ഞാനിനി പറയാ? നിന്റെ ജീവിതത്തിൽ നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. ഹരിയുടെ മനസ്സിലുള്ളതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നിന്റെ ഈ അവസ്ഥ അറിയുമ്പോ അതും മാറും. ജീവൻ തിരിച്ചു വരുമ്പോ അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാല്, എന്നെ അമ്മ പറഞ്ഞയച്ചു എന്നറിഞ്ഞാല് പൊറുക്കും അയാള്. ഏത് വിധത്തിലായിരിക്കും അമ്മയെ അയാള് ദ്രോഹിക്കുക? അതോർത്ത ഒരു ചൂട് മുന്നോട്ട് വെക്കാൻ എനിക്ക് പറ്റുമോ? നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തീരെയാണെങ്കിൽ ഇവിടെ തീരട്ടെ. ഇത്രയും കാലം ഞാൻ അമ്മയുടെ തണലിൽ ജീവിച്ചില്ലേ? എന്തു വന്നാലും എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു അമ്മയുണ്ടല്ലോ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് തന്നെയാണ് അവസാനമെന്ന് ഞാൻ കരുതിക്കോളാം. അമ്മേ, എന്നോട് പോവാൻ പറയല്ലേ അമ്മ, പ്ലീസ്. ശരി, എങ്കിലും ശിവാനന്ദനെ ഒന്ന് വിളിച്ചേക്കാം. നിന്നെ തനിച്ചയക്കുന്നു ഞാൻ പറയുന്നില്ല. എപ്പോ വേണമെങ്കിലും നമ്മൾ ചെല്ലുമെന്ന് പറയാം. അത് മതിയമ്മേ. അച്ഛന്റെ കാര്യത്തില് ജീവൻ എന്താ ചെയ്യുന്നെന്ന് അറിയണം. എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ബാക്കി കാര്യങ്ങള്. മധുര നൊമ്പരക്കാറ്റ്